ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശോയിൽ കൃപയും സമാധാനവും. പിശാചിന് അവകാശം കിട്ടിയ സ്ഥലങ്ങളും അവന്റെ സ്വാധീനം പതിഞ്ഞ വസ്തുക്കളും എന്ന വിഷയത്തിന്റെ തുടർച്ചയാണ് ഇന്ന് നമ്മുടെ സംഭാഷണം. പിശാചിന് അപ്രകാരം അവകാശം കിട്ടുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ് പ്രഘോഷകൻ ഇന്ന് സംസാരിക്കുന്നത്. പിശാചിന് അവകാശം കൊടുക്കാൻ ആർക്ക് കഴിയും? ആ അവകാശം എന്നേക്കുമായി ക്രിസ്തുവിനാൽ നീക്കം ചെയ്യപ്പെട്ടു. അങ്ങനെ രക്ഷ സാധ്യമായി. രക്ഷ സാധ്യമായതിനു ശേഷം പിശാചിന് ഈ അധികാരമുണ്ട് എന്ന് തെറ്റിദ്ധാരണ മൂലം വീണു പോകുന്നവരുണ്ട്. പക്ഷേ ആ തെറ്റിദ്ധാരണ മൂലം വീണുപോയാലും ക്രിസ്തുവിലുണ്ടായ വിമോചനം അർത്ഥരഹിതമാകില്ല. അത് നടന്നു കഴിഞ്ഞൊരു കാര്യമാണ്. ഇനി മനുഷ്യവംശത്തിന്റെ മേൽ ഒരു ആധിപത്യം പുലർത്താൻ പിശാചിന് ഒരു കാരണവശാലും സാധ്യമല്ല. കാരണം അതാണല്ലോ രക്ഷ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് താൽക്കാലികമായ ഒരു മോചനമായിട്ട് കണക്കാക്കാൻ പറ്റും. വിമോചനം എന്നതും രക്ഷ എന്നതും എന്നേക്കുമായി സംഭവിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് മനുഷ്യവംശം യേശുക്രിസ്തുവിന് മുൻപ് പൈശാചിക ആധിപത്യത്തിന് തങ്ങളുടെ അധികാരം കൈമാറ്റം ചെയ്തുവെങ്കിലും ആ കൈമാറ്റം റദ്ദാക്കുകയും പിതാവിനോട് അനുസരണം പുലർത്തിക്കൊണ്ട് ഒരു മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ച യേശു അനുസരണം വഴി വിമോചനം സാധ്യമാക്കി മനുഷ്യകുലത്തെ സമ്പൂർണമായി വീണ്ടെടുത്തു. യേശുക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പിനെ കുറിച്ച് നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ പിശാചിന് അവകാശമായി ഇനി സ്ഥലമുണ്ട് എന്ന് പറയാൻ സാധ്യമല്ല. ഈ പഴയ നിയമ കാലഘട്ടത്തിലാണെങ്കിലും പിശാച് കൈവശപ്പെടുത്തി വെക്കുകയല്ലോ ചെയ്യുന്നത്. പിശാച് മനുഷ്യനെ അത്തരത്തിൽ അടിമപ്പെടുത്തുക മൂലം പൈശാചികമായ ചിന്തകളിലേക്ക് മനുഷ്യൻ പോകുന്നു. ഭൂമി എപ്പോഴും ദൈവത്തിന്റെ കയ്യിലാണ്. ഭൂമിയുടെ മേൽ അധികാരം മനുഷ്യനില്ല. മനുഷ്യന് അപ്രകാരം അധികാരമുണ്ടെങ്കിൽ ജന്മം കൊടുക്കുന്നതിനും ജീവൻ എടുക്കുന്നതിനുള്ള അധികാരം മനുഷ്യന്റെ കയ്യിൽ വേണം. സമ്പൂർണമായ അധികാരം ദൈവത്തിന്റെ കയ്യിലാണ്. ഒരു പുല്ല് മുളയ്ക്കുന്നതും ഒരു വൃക്ഷം കടപുഴകി വീഴുന്നതും ദൈവസന്നിധിയിലാണ്. ദൈവമാണ് നിയന്താവ്. ആ നിയന്ത്രണം പിശാചിന്റെ കൈവശമാണെന്ന് മനുഷ്യൻ തെറ്റിദ്ധരിക്കുന്നു. പിശാചിന്റെ വാക്ക് കേട്ട് അവനെ പിൻചൊല്ലുന്നു. അങ്ങനെ പിശാച് വ്യാജമായ ഒരു അധികാരമാണ് ഉപയോഗിക്കുന്നത്. ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ എപ്പോഴും തോൽപ്പിക്കപ്പെട്ടവൻ മാത്രമാണ്, വീണുപോയവൻ മാത്രമാണ്, വീണുപോയ മാലാഖ മാത്രമാണ്. ലോകത്തെ അവൻ ധരിപ്പിക്കുന്നത് താനാണ് അധികാരി എന്നാണ്. അങ്ങനെ ലോകത്തോട് താൻ അധികാരിയാണെന്ന് പറയുമ്പോൾ ക്രിസ്തുവിന് മുൻപ് മനുഷ്യവംശം പിശാചിനെ വിശ്വസിച്ചു. യേശുക്രിസ്തുവിലാകട്ടെ പൈശാചികത എന്നേക്കുമായി തോൽപ്പിക്കപ്പെടുകയും ക്രിസ്തുവിന്റെ ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്തു. ഇതാ ലോകത്തിന്റെ അധികാരി വരുന്നു, അവൻ എൻ്റെ മേൽ അധികാരമില്ല. ആ അധികാരം ക്രിസ്തു തീർക്കുന്നത് കുരിശിലാണ്. സ്വയാർപ്പണം വഴി പിതാവിന്റെ കരങ്ങളിലേക്ക് ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് മനുഷ്യവംശത്തെ ഒന്നാകെ യേശു വിമോചിപ്പിക്കുന്നു. യേശു കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോൾ തറയ്ക്കപ്പെട്ടത് മനുഷ്യത്വത്തിന്റെ എല്ലാ അടിമഭാവവും കൂടിയാണ്. ആ അടിമഭാവത്തിൽ നിന്നുള്ള ഉദ്ധാനമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ഉദ്ധാനം. അപ്രകാരം ഉദ്ധിതനായ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കെ, ലോകത്തിന്റെ അധികാരിയായിരിക്കെ, സർവത്തിന്റെയും ഉടയവനായിരിക്കെ പിശാചിന് അധികാരമില്ല. ആ അധികാരമുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കാം, ആ തെറ്റിദ്ധാരണയിൽ വീഴാം. അപ്പൊ എങ്ങനെയാണ് പിശാചിന് അവകാശം കിട്ടിയതെന്നാണ് പ്രഘോഷകൻ പറയുന്നത്. അതവിടെ അക്രൈസ്തവരായ ആളുകൾ നേരത്തെ പാർത്തിരുന്നു. അവർ പൈശാചിക ആരാധന നടത്തിയിരുന്നു. അതായത് ക്രിസ്തു വിരുദ്ധമായ ആരാധന നടത്തിയിരുന്നു. അങ്ങനെ ആരാധന നടത്തിയിരുന്നത് കൊണ്ട് പിശാചിന് അവകാശമായി കിട്ടിയെന്നാണ്. അത് സാധ്യമായ കാര്യമല്ല. യഥാർത്ഥ വിമോചനം ഉണ്ടായതിനു ശേഷം തങ്ങൾ ഇപ്പോഴും പഴയ രീതിയിലാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കപ്പെടാവുന്ന കാര്യമില്ല. ഇപ്പൊ കേരള സംസ്ഥാനം രൂപപ്പെട്ടു. കേരള സംസ്ഥാനം രൂപപ്പെട്ടതിന് ശേഷം വീണ്ടും ഞങ്ങൾ തിരുവിതാംകൂറുകാരാണെന്ന് പറഞ്ഞാൽ വാഗൊണ്ട് പറയാന്നല്ലാതെ അതിനർത്ഥമൊന്നുമില്ല. പണ്ട് രാജവംശത്തിലുണ്ടായിരുന്ന ഒരാൾ ഞാനാണ് ഇപ്പോഴും രാജാവെന്ന് പറഞ്ഞാൽ അത് പറച്ചിന് മാത്രമേ ഉള്ളൂ, രാജാവില്ല. പൗരത്വ സമൂഹമാണ് ഒരു രാജ്യത്തെ നിർണയിക്കുന്നതെന്ന് വന്നു കഴിഞ്ഞപ്പോൾ അധികാരം എന്നത് പൗരൻ്റെതായി മാറുന്നു. പൗരനാണ് രാഷ്ട്രം എന്ന നിലയ്ക്ക് വരുന്നു. അപ്രകാരം വരുമ്പോൾ പഴയ ടെറിട്ടോറിയലായ പഴയ രാജ്യത്വപരമായ ഒരു അധികാരത്തിന് ഇനി നിലനിൽപ്പില്ല. അപ്പോൾ ടെറിട്ടറിയെ പുനർനിർണയിക്കുന്നത് ഈ മനുഷ്യവംശമാണ്. യേശുക്രിസ്തുവിൽ പുനർനിർണയിക്കപ്പെട്ടു മനുഷ്യവംശം.
ദൈവത്തിന്റെ പക്ഷത്തേക്ക് തിരിയുന്നു. എല്ലാ മനുഷ്യർക്കും വേണ്ടി ക്രിസ്തു മരിക്കുമ്പോൾ എല്ലാ മനുഷ്യരും മരിക്കുന്നു. അങ്ങനെ മനുഷ്യത്വത്തെ പിതാവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുകയും തിന്മയുടെ ആധിപത്യത്തിൽ നിന്ന് വിമോചിപ്പിക്കുകയും ചെയ്ത ക്രിസ്തു യാഥാർത്ഥ്യമായിരിക്കെ അവിടെ മുൻപേ താമസിച്ചിരുന്നവർ അക്രൈസ്തവരാണ് എന്ന കാര്യം പ്രസക്തമല്ല. അത് ക്രൈസ്തവന് മാത്രമുള്ളതല്ലല്ലോ രക്ഷ. യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമല്ലല്ലോ. ക്രിസ്ത്യാനികളെ മാത്രമല്ലല്ലോ വീണ്ടെടുത്തത്, മനുഷ്യവംശത്തെ ഒന്നാകുകയാണ്. സകല ജനതയ്ക്കും വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്ത എന്ന് ലൂക്കാ സുവിശേഷം 2:10 പറയുന്നുണ്ട്. സകല മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. കർത്താവായ യേശു പിറന്നിരിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഭൂമിയിൽ അവതരിക്കുകയും എല്ലാ മനുഷ്യരെയും വിമോചിപ്പിക്കുകയും ചെയ്തു എന്നതുകൊണ്ട് അക്രൈസ്തവർ എന്ന പ്രയോഗം ഇവിടെ യുക്തമല്ല, ഇവിടെ സാധുവല്ല എന്ന കാര്യം അറിയണം. ഇനി ക്രൈസ്തവേതരമായ ആരാധനാ രീതികളും പൂജാകർമ്മങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത് ഒരു അരൂപി വരുന്നു. ആ അരൂപിയോട് അവർ ചോദിക്കുന്നു, എന്തിനാ വന്നത്? അപ്പോൾ ആ അരൂപി പറയുന്നത്, എന്നെ ഇവിടെ പ്രതിഷ്ഠിക്കണം. അങ്ങനെ അവിടെ പ്രതിഷ്ഠിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ സ്ഥലത്ത് വിശ്വാസത്തിലില്ലാത്ത ആളുകൾ, യേശുക്രിസ്തുവിനെ തിരിച്ചറിയാത്ത ആളുകൾ പൂജാകർമ്മങ്ങൾ നടത്തിയപ്പോൾ, വ്യർത്ഥമായ ആരാധനകൾ നടത്തിയപ്പോൾ അവരവിടെ ഒരു അരൂപിയെ പ്രതിഷ്ഠിച്ചു. ആ പ്രതിഷ്ഠ മുടക്കിയാൽ, കർമ്മം മുടക്കിയാൽ അവർക്ക് പ്രശ്നം ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് അവരതിനെ പ്രതിഷ്ഠിച്ചു. ഈ പ്രതിഷ്ഠ എന്ന് പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവിടെയും പ്രശ്നമുണ്ട്. ഹൈന്ദവ രീതിയിലുള്ള പ്രതിഷ്ഠാകർമ്മം എന്ന് പറഞ്ഞാൽ വിഗ്രഹപ്രതിഷ്ഠയാണ്. വിഗ്രഹത്തെ എങ്ങനെയാണ് പ്രതിഷ്ഠിക്കേണ്ടതിന് ആചാരവിധികളുണ്ട്. നമ്മൾ പ്രതിഷ്ഠ എന്ന വാക്ക് സാധാരണ ഉപയോഗിക്കുന്നത് നമ്മെ തന്നെ ആർക്കെങ്കിലും പ്രതിഷ്ഠിക്കുക എന്ന അർത്ഥത്തിലാണ്. അത് വിഗ്രഹപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കാര്യമല്ല. ആ വിഗ്രഹത്തിലേക്ക് ജീവാംശം ഊതിക്കടത്തി അതിനെ ജീവനുള്ളതാക്കി മാറ്റുന്നു യജ്ഞകർമ്മം നടത്തുന്നയാൾ എന്നൊക്കെയാണ് ഹൈന്ദവ വിശ്വാസത്തിലുള്ളത്. അതിന്റെ വിശദമായ വിവരങ്ങൾ പറയാനിവിടെ സമയം പോരാ. അപ്പൊ അങ്ങനെയാണ് ഒരു പ്രതിഷ്ഠ ഉണ്ടാകുന്നത്. നമ്മൾ പ്രതിഷ്ഠ എന്ന് പറയുന്നത് നമ്മളെ ആർക്കെങ്കിലും പ്രതിഷ്ഠിക്കലാണ്. ഇപ്പൊ തിരുഹൃദയ പ്രതിഷ്ഠ എന്ന് വെച്ചാൽ തിരുഹൃദയത്തിന് രൂപം വയ്ക്കുന്നു എന്നുള്ളതല്ല. നമ്മൾ കാണുന്നത് രൂപം വയ്ക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ രൂപം പ്രതിഷ്ഠിച്ചു എന്നാണ്. മിക്കവാറും വീടുകളിൽ ചെല്ലുമ്പോൾ ആളുകൾ പറയും, ഇവിടെയാണ് തിരുഹൃദയത്തിന് രൂപം പ്രതിഷ്ഠിച്ചത്. തിരുഹൃദയത്തിന് നമ്മെ പ്രതിഷ്ഠിക്കുകയാണ്. ഈ തെറ്റുകൾ തിരുത്തി പറഞ്ഞു കൊടുക്കാനായിട്ട് വേണ്ടപ്പെട്ടവർക്ക് കഴിയാതെ പോകുമ്പോഴാണ് ആളുകൾ അന്ധവിശ്വാസി കൊടുക്കുന്നത്. ഒരു ദേവാലയത്തിൽ തന്നെ മാതാവിന് തിരുസ്വരൂപം പ്രതിഷ്ഠിക്കുന്നു എന്ന് നോട്ടീസ് അടിക്കുന്ന സ്ഥിതി ഉണ്ടായി. ഒരു തിരുസ്വരൂപവും പ്രതിഷ്ഠിക്കുന്നില്ല, പ്രതിഷ്ഠിക്കുകയല്ല ചെയ്യുന്നത്. ദേവാലയത്തെ ദൈവത്തിന് പ്രതിഷ്ഠിക്കും, ദൈവജനത്തെ ദൈവത്തിന് പ്രതിഷ്ഠിക്കും, കുടുംബ അംഗങ്ങളെ ദൈവത്തിന് പ്രതിഷ്ഠിക്കും. അങ്ങനെ ദൈവത്തിന് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. തിരുഹൃദയത്തിനും മാതാവിന്റെ വിമല ഹൃദയത്തിനും പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനകൾ നമ്മുടെ പ്രാർത്ഥനാ പുസ്തകങ്ങളിലുണ്ട്. അത് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുന്നതിന്റെ കാര്യമാണ്. അപ്പൊ ഇവിടെ പറയുന്നത്, ഇങ്ങനെ ഒരു അശുദ്ധാത്മാവിന് ഒരു അരൂപിയെ അവിടെ പ്രതിഷ്ഠിച്ചു. പിന്നെ ആ അരൂപിയുടേതാണ് ആ സ്ഥലമെന്നാണ്. ഈ വിശ്വാസം ക്രൈസ്തവ വിശ്വാസമല്ല, ഇത് ഒന്നാന്തരം അന്ധവിശ്വാസമാണ്. ക്രൈസ്തവേതര വിശ്വാസം എന്ന നിലയ്ക്ക് മാത്രമല്ല, സ്പിരിറ്റിസം എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ്. ജീവാംശം ഒരു ഭൗതിക വസ്തുവിലേക്ക് കടത്തിക്കൊണ്ടുപോകാൻ സാധ്യമല്ല. ജീവാംശം നിലനിൽക്കുന്നത് ജീവികളിൽ മാത്രമാണ്. ജീവൻ എന്ന് പറയുന്ന പ്രതിഭാസവുമായി ബന്ധപ്പെട്ടാണ് ആത്മാവിന്റെ പ്രവർത്തനമുള്ളത്. അതൊരിക്കലും ഒരു വസ്തുവിൽ ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രതിമ ഉണ്ടാക്കിയിട്ട് അതിന് ജീവൻ കൊടുത്ത് അത് പിന്നെ ജീവനുള്ളതായി ചലിക്കണം, സാധ്യമല്ല. നമ്മൾ റോബോട്ടുകളുടെയൊക്കെ കാലത്താണ് ആ റോബോട്ടുകളെ കൺട്രോൾ ചെയ്യുന്ന മാൻ പവർ മനുഷ്യന്റെ തലച്ചോറാണ്. മനുഷ്യന്റെ തലച്ചോറില്ലാതെ എഐക്കും വർക്ക് ചെയ്യാൻ സാധ്യമല്ല, ഒരു റോബോട്ടിനും വർക്ക് ചെയ്യാൻ സാധ്യമല്ല. ഉള്ള വിവരങ്ങൾ പകർന്നു കൊടുത്തത് പകർന്നു തരാമെന്നല്ലാതെ അത് ക്രോഡീകരിച്ച് കൂടുതൽ വിപുലമായ അർത്ഥത്തിൽ പകർന്നു തരാൻ കഴിയും. അത് മനുഷ്യന്റെ ബുദ്ധിവികാസം അനുസരിച്ചും അവന്റെ തലച്ചോറിന്റെ പ്രവർത്തനം അനുസരിച്ചുമാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ദൈവം മനുഷ്യന് നൽകിയ സർഗാത്മകമായ ശേഷിയാണ്. ആ സർഗാത്മകമായ ശേഷിയുടെ പ്രവർത്തനമാണ് ഈ കാണുന്ന പുരോഗതിയുടെ എല്ലാം പുറകിലുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ അവിടെ അരൂപിക്കായി കൊടുത്തു എന്ന് പറയാൻ മനുഷ്യന് സാധ്യമല്ല. കാരണം നമ്മൾ വ്യക്തിപരമായിട്ടല്ല ഈ രക്ഷ സാധ്യമാക്കിയത്, ക്രിസ്തുവിലാണ്. ക്രിസ്തുവിൽ സാധ്യമായ രക്ഷയെ തള്ളിക്കളയാനോ എന്നേക്കുമായി ഇല്ലാതാക്കാനോ നമുക്കാർക്കും സാധ്യമല്ല. വ്യക്തിപരമായി നമുക്ക് അറിവില്ലായ്മ മൂലം ക്രിസ്തുവിന്റെ രക്ഷയിൽ ഭാഗഭാഗിത്വമോ അനുഭവമോ ലഭിക്കാതെ പോകാം. പക്ഷേ അവിടെ ഒരിക്കലും ഈ പറഞ്ഞ അരൂപിയെ ഇങ്ങനെ പുനഃപ്രതിഷ്ഠിക്കാൻ സാധ്യമല്ല എന്ന കാര്യം ഓർക്കണം. സാധ്യമാകുമെങ്കിൽ പിന്നെ ക്രിസ്തുവിന്റെ രക്ഷാകരമായ അർപ്പണത്തിന് വിലയില്ലാണ്ടാവും. വിശ്വാസി അല്ലാത്ത ഒരാൾ
ഒരു അരൂപിയെ വിളിക്കുന്നു, ആ അരൂപി വരുന്നു, അരൂപി വസ്തുവിൽ സ്ഥാപിക്കുന്നു എന്നൊക്കെ പറയുന്നത് അയാളുടെ ബോധ്യത്തിനകത്ത് മാത്രമുള്ള വിശ്വാസപരമായ ഒരു കാര്യമാണ്. അതാണ് അന്ധവിശ്വാസമായിട്ട് നമ്മൾ കരുതുന്നത്. അങ്ങനെ ഒരു കാര്യം സാധ്യമല്ല. കാരണം സകല മനുഷ്യകുലത്തെയും യേശുക്രിസ്തു വിമോചിപ്പിച്ചു. ഇനി ആ വിമോചനത്തിന്റെ അധികാരം കയ്യിലിരിക്കുന്നത് യേശുവിന്റെ കയ്യിലാണ്. ആ യേശുവിന് ആ അധികാരം ഉണ്ടായിരിക്കെ, അവൻ സകലത്തിന്റെയും അധികാരിയായിരിക്കെ, അവൻ അങ്ങനെ പിതാവിന്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കെ ഇനി മറ്റൊരാൾക്ക് അത് കൈകടത്താൻ സാധ്യമല്ല. അത് എന്നേക്കും സംഭവിച്ച കാര്യമാണ്. മറ്റത് അബദ്ധബോധ്യം മാത്രമാണ്, ഒരു വ്യർത്ഥബോധ്യം മാത്രമാണ്, സാധ്യമല്ല. ഇങ്ങനൊരു വിശ്വാസം നമുക്ക് കോൺക്രീറ്റ് ആയിട്ട് ഉണ്ടാവണം. ഇപ്പൊ മറ്റുള്ളവര് അറിയാത്തവരത് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിലകത്തുണ്ടാകേണ്ട ബോധ്യം എന്താ? ഇതിങ്ങനെയാണ്, ഇയാൾ ചെയ്യുന്നതിൽ അബദ്ധമുണ്ട്. അല്ലെങ്കിൽ രണ്ട് വിശ്വാസം ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം എന്ന നിലയ്ക്കല്ലേ വരൂ. നമ്മൾ സത്യവിശ്വാസം എന്ന് പറയുന്നത് ഇതിനപ്പുറത്തൊന്നില്ല എന്ന ബോധ്യത്തിലാണ്. യേശുക്രിസ്തുവിലുള്ള വിമോചനത്തെ സംബന്ധിച്ച് നമുക്ക് ഇങ്ങനെ ഒരു സത്യബോധം ഇല്ലെങ്കിൽ നമ്മളിപ്പോഴും പഴയ നിയമകാല ജനതയെ പോലെ അഗ്നിയും ജലവും വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഈ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഇങ്ങനെ ഒന്ന് നഷ്ടമായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, മാമോദീസ സ്വീകരിച്ച് നമ്മളാകട്ടെ സത്യം അറിയുകയും അത് ഏറ്റുപറയുകയും ചെയ്യുന്നു. ആ സത്യം അറിയുന്നവർ വീണ്ടും ഈ രണ്ട് തരത്തിലും വിശ്വാസധാരകളുണ്ട്, രണ്ടിലേതെങ്കിലും എന്ന് പറയുന്നത് തികച്ചും അബദ്ധമല്ലേ? നമ്മൾ വിശ്വാസം ഏറ്റുപറയുകയും അറിവിൽ മുങ്ങുകയും ഇമേഴ്സിംഗ് നോളജ്, അറിവിൽ മുങ്ങി ഈ ക്രിസ്തുവാകുന്ന ബോധ്യത്തിലേക്ക് വരികയും ചെയ്താൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് മറ്റത് അംഗീകരിക്കുക? ആ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ വ്യർത്ഥകർമ്മങ്ങളായി കാണേണ്ടതിന് പകരം അവിടെ ഇങ്ങനെ അരൂപിയെ സ്ഥാപിച്ചു എന്ന ഒരു അന്ധവിശ്വാസം നമ്മളും ഏറ്റുപറയുന്നു എന്ന് വന്നാൽ നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നില്ല എന്ന് വേണം കരുതാൻ. അതായത് ഈ രണ്ട് നില വീട്ടിൽ ഈ പിശാചിരിക്കുന്നത്, ഒരു അരൂപി ആ സ്ഥലത്തിരിക്കുന്നത് ഇങ്ങനെ മുൻപേ അവിടെ താമസിച്ചിരുന്ന അക്രൈസ്തവരായ ആളുകൾ എന്ന് ഉദ്ധരണിയിൽ, ഞാനതിനെ അങ്ങനെ പറയുന്നില്ല, ക്രിസ്തുവിനെ അറിയാത്തവർ ചെയ്ത, അറിവില്ലാത്തവർ ചെയ്തൊരു പ്രവൃത്തിയാണ്. അറിവില്ലാത്തവർ ചെയ്ത പ്രവൃത്തി യാഥാർത്ഥ്യമാകുമോ അല്ലെങ്കിൽ പാഴായി പോകുമോ? അപ്പൊ അറിവുള്ളവരായ നമ്മൾ അറിവില്ലാത്തവർ ചെയ്ത പ്രവൃത്തിയിലെ പൊള്ളത്തരം തിരിച്ചറിയേണ്ടവരാണ്. അതിനു പകരം നമ്മൾ അതിൽ വിശ്വസിക്കുന്നു എന്ന് വന്നാൽ നമുക്ക് അറിവുണ്ടെന്നാണോ നമുക്കും അറിവില്ലെന്നാണോ അത് അർത്ഥമാക്കുന്നത്? പ്രഘോഷത്തിൽ വരുന്ന ഒരു പിഴവതാണ്. ക്രിസ്തു വിശ്വാസികൾ ഒരു കാര്യം തിരിച്ചറിയേണ്ടത്, നിങ്ങൾ ഏതു തരത്തിലുള്ള വിഗ്രഹാരാധന കണ്ടാലും എന്തു തരം ആഭിചാരം കണ്ടാലും ഭയപ്പെടേണ്ടതില്ല. കാരണം അതിന് ശക്തിയില്ല, അല്ലെങ്കിൽ അത് പ്രാബല്യത്തിൽ വരില്ല. ക്രിസ്തു വിമോചകനായിരിക്കുന്നു, അഖില ലോകത്തിനും വേണ്ടി അവിടുന്ന് കുരിശിൽ മരിച്ചിരിക്കുന്നു. എന്റെയും വിശ്വാസികളുടെയും രക്ഷയ്ക്ക് വേണ്ടിയല്ല, എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തു കുരിശിൽ മരിച്ചിരിക്കുന്നു. അങ്ങനെ പൈശാചികമായ ആധിപത്യത്തെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്തിരിക്കുന്നു എന്ന പരമമായ സത്യത്തിൽ ഞാൻ എത്തിച്ചേരണം. മറ്റുള്ളവർ അങ്ങനെ ചെയ്യുമ്പോഴും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടുമ്പോഴും നമുക്ക് ഹൃദയബോധ്യമായിട്ട് ഉണ്ടാവേണ്ടത് ഈ കാണുന്നതിൽ അർത്ഥമില്ല, ഇത് സാധ്യമല്ലാത്ത കാര്യമാണെന്നാണ്. കാരണം ക്രിസ്തുവിന്റെ രക്തത്തിന് മറുവില നിൽക്കാൻ ഇവിടെ ആർക്കും സാധ്യമല്ല. കുഞ്ഞാടിൻ്റെതുപോലെ നിഷ്കളങ്കമായ ക്രിസ്തുവിന്റെ രക്തം ഈ പഴയ കറയിൽ നിന്ന്, അബദ്ധങ്ങളിൽ നിന്ന്, അറിവില്ലായ്മയിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തു. വിമോചന മൂല്യമുള്ള ക്രിസ്തുവിന്റെ രക്തത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ബോധ്യം നമുക്കുണ്ടാകണം. മനസാക്ഷിയിൽ കളങ്കമുണ്ടാകുമ്പോഴാണ് നമുക്ക് ഇത്തരം അബദ്ധ ബോധ്യങ്ങളിൽ ചാച്ചിലുകൾ ഉണ്ടാകുന്നത്. നമ്മൾ വിശ്വാസി ആയിരിക്കെ തന്നെ നമ്മുടെ മനസാക്ഷി പലപ്പോഴും ലോകബോധ്യങ്ങളുമായി കെട്ടുപിണഞ്ഞു കിടക്കും, ചുറ്റുപാടുകളുമായി കെട്ടുപിണഞ്ഞു കിടക്കും. ബാല്യകാലം മുതൽ കേട്ടിട്ടുള്ള ഇത്തരം കഥകളിൽ നമ്മൾ വിശ്വസിക്കും. ഒരു ഭാഗത്ത് സത്യവിശ്വാസം പറയുമ്പോഴും അബോധത്തിനകത്ത് ഇത്തരം വിശ്വാസങ്ങളുടെ വേരുകൾ കിടപ്പുണ്ട്. ആ വേരുകളാണ് സത്യവിശ്വാസികളായ പ്രഘോഷകരെയും ഇത്തരം അബദ്ധങ്ങൾ പ്രഘോഷിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ഇത്രയേറെ പ്രാർത്ഥനകൾ നടത്തിയിട്ടും കുർബാന അർപ്പിച്ചിട്ടും പിതാവ് തന്നെ വന്ന് പ്രാർത്ഥിച്ചിട്ടും ഈ അശുദ്ധാരൂപി വിട്ടുപോകുന്നില്ല. അതിന് ഒരച്ഛൻ കൊടുത്ത ഉപദേശം ഇത് പിശാചിന് അവകാശപ്പെട്ട സ്ഥലമാണെന്നാണ്. ഇനി ഇത് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാത്തതിന്റെ കാരണം, ഇത്രയേറെ ചെയ്തിട്ട് ഒഴിഞ്ഞു പോകാത്തതിന്റെ കാരണം ഈ അവകാശബോധമാണെന്ന് ഒരു ഭാഗത്ത് പറയുമെങ്കിലും രണ്ടാമത്തെ ഭാഗത്ത് പറയാണ്, ആ വീട്ടിലെ സ്ത്രീയുടെ, കുടുംബിനിയുടെ ആഡംബര ഭ്രമമാണ് ഈ പൈശാചിക ബാധ വിട്ടുപോകാതിരിക്കാൻ കാരണം. ഈ ആഡംബര ഭ്രമത്തിന്റെ കാര്യമായിട്ട് പറയുന്നത് മുക്കൂത്തി, മോതിരങ്ങൾ, കാതിൽ കമ്മലുകൾ, ഇവയൊക്കെ ഇട്ടാണ് ആഡംബരം കാണിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ അണിയുന്ന ആഭരണങ്ങളാണോ ഒരു മനുഷ്യന്റെ ആഡംബര ഭ്രമത്തിന്റെ ആകത്തുകയായിട്ടുള്ളത്? 2 നില വീടും 2 ഏക്കറും ഒക്കെ ഉള്ളവരെന്ന് പറയുമ്പോൾ സാമാന്യമായി സാമ്പത്തികമായി ഭദ്രതയുള്ളൊരു കുടുംബമായിട്ട് വേണം നമുക്ക് കാണാൻ. അത്തരമൊരു കുടുംബത്തിൽ ഒരു സ്ത്രീ ആഭരണം ധരിക്കുന്നത്, അല്ലെങ്കിൽ വസ്ത്രങ്ങളോട് താല്പര്യമുള്ളവരായി മാറുന്നത്, ആഡംബര ഭ്രമം എന്നത് എങ്ങനെയാണ് നാം വിലയിരുത്തേണ്ടത്? അത് തികച്ചും വ്യക്തിപരമായൊരു കാര്യമാണ്.
നമ്മൾ ഈ കമ്മലിടുന്നവരെയും ആഭരണങ്ങൾ ധരിക്കുന്നവരെയും ഒക്കെ ആഡംബര ഭ്രമമുള്ളവരായിട്ട് തള്ളുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇപ്പോൾ പെന്തക്കോസ്റ്റൽ മൂവ്മെന്റിൽ ആളുകൾ സ്വർണം ധരിക്കാത്ത ആളുകളുണ്ട്. രസകരമായി നമുക്കൊന്ന് ചില കാര്യങ്ങൾ, അവരിടുന്ന ചെരുപ്പിന് 2000-3000 ഒക്കെ വരുന്നുണ്ടാവും. കയ്യിലിടുന്ന വാച്ച് റോളക്സിന്റെ വാച്ചും വലിയ വാച്ചുകളൊക്കെ. മോതിരമൊന്നും ഉപയോഗിക്കുന്നില്ല, പക്ഷെ ഇതൊക്കെ ഇങ്ങനെ ആഡംബരം. ആഡംബര ഭ്രമം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലോകത്തോടുള്ള നമ്മുടെ താല്പര്യമാണ്. ആ ലോകത്തോടുള്ള താല്പര്യത്തെ നമ്മിൽ നിന്ന് നീക്കാൻ മാമുദീസയ്ക്ക് മുമ്പ് നമ്മളോട് ചോദിക്കുന്നുണ്ട്, പിശാചിന്റെ ആഡംബരത്തിൽ നിന്നും പൈശാചിക ആരാധനയിൽ നിങ്ങൾ പോരുന്നുണ്ടോ? ലോകത്തെയും അതിന്റെ ആഡംബരങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ടോ? ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്നത്, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അപ്രകാരം ജീവിക്കുന്ന നമ്മൾ ആഡംബരമായിട്ട് അയാൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ, അയാളുടെ മനസാക്ഷിയിലെ ബോധ്യം തീരുമാനിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് പുറമേ നിന്ന് ഒരാൾക്ക് നിർണ്ണയിക്കാവുന്നതല്ല. എന്ത് ധരിക്കണം, എങ്ങനെ ജീവിക്കണം, എന്ത് ഭക്ഷിക്കണം എന്നതൊക്കെ വ്യക്തിപരമായ താല്പര്യമാണ്. ആ വ്യക്തിപരമായ താല്പര്യം പലർക്കും പലതായിരിക്കും. കാരണം അത് വ്യക്തിപരമായ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒരു സ്ത്രീ അങ്ങനെ ആഡംബരമുള്ളവളായതുകൊണ്ട് പിശാച് അവിടെ വസിക്കുന്നു എന്ന് വന്നാൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞത് ആ സ്ഥലത്ത് നേരത്തെ കർമ്മങ്ങൾ നടത്തിയിട്ടുള്ളത് കൊണ്ട് ആണെന്നാണ്. ഇപ്പൊ പറയുന്നത് സ്ത്രീക്ക് ആഡംബരം ഉള്ളത് കൊണ്ടാണ്. ബാക്കിയുള്ള മനുഷ്യരുണ്ടല്ലോ, ഒരാൾക്ക് വ്യക്തിപരമായുള്ള പ്രശ്നങ്ങളെ ഒരു കുടുംബത്തിന് മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറുമെന്ന് വന്നാൽ, അയാളുടെ ദൈവവുമായുള്ള ബന്ധത്തിലെ അറിവോ അറിവില്ലായ്മയോ മറ്റുള്ളവരെ ബാധിക്കുന്നതായിട്ട് വരുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് യാഥാർത്ഥ്യമാവുക? അപ്പൊ ഈ സ്ത്രീക്ക് ഇങ്ങനെ ആഡംബരഭ്രമമുള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ പിശാച് വിട്ടുപോകാത്തതെന്ന് പറഞ്ഞാൽ ആഡംബരഭ്രമത്തെ വിലക്കിയാൽ പോരെ? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പൈശാചിക ഉച്ചാടന പ്രക്രിയയിൽ അല്ലെങ്കിൽ അവിടെ പൈശാചിക ബാധകൾ ഒഴിവാക്കാനുള്ള പ്രവൃത്തിയിൽ നമ്മൾ കാണാതെ പോകുന്നൊരു കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ കാണാതെ പോകുന്നത് ഈ വ്യക്തികളെ പഠിക്കാനോ സമഗ്രമായിട്ട് ആലോചിക്കാനോ സമയമെടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനോ ഉള്ള ഒരു ശ്രമവും നടക്കുന്നില്ല. പൈശാചിക ഉച്ചാടനം ഒരാളെ കാണുന്നു, ഇവിടെ പിശാചാന്ന് പറയുന്നു, ചെന്ന് ഓടിക്കുന്നു, അങ്ങനെയുള്ള പ്രവൃത്തിയല്ല. സമയമെടുത്ത് അവരുടെ മനോനില പഠിച്ച് മാനസിക വ്യാപാരങ്ങളെ മനസ്സിലാക്കി അവരുടെ സ്വഭാവത്തെയും ജീവിത രീതികളെയും മനസ്സിലാക്കി അവർ മാനസികമായ പ്രശ്നങ്ങളിലാണോ രോഗങ്ങളിലാണോ എന്ന് മനസ്സിലാക്കി ദൈവവുമായുള്ള ബന്ധത്തിൽ അവരുടെ അകലവും അടുപ്പവും മനസ്സിലാക്കി കുറ്റബോധത്തിൽ എന്തെങ്കിലും ആണോ എന്നൊക്കെ മനസ്സിലാക്കി വളരെ വിശദമായ വിശകലനത്തിലൂടെ പൈശാചികതയുടെ ഒരു സ്വാധീനത്തെ കണ്ടെത്താൻ കഴിയണം. ഈ കണ്ടെത്താൻ കഴിയാത്തതിന്റെ വെപ്രാളമാണ് ഈ കണ്ടത് മുഴുവൻ. പൈശാചിക ഉച്ചാടനം നടത്തുന്നത് കേവലമായി ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു പ്രവൃത്തിയല്ല. അങ്ങനെ കയറിയിരിക്കുന്ന ഒരാളല്ല ഇറങ്ങിപ്പോകാൻ. ഒരു വ്യക്തിയുടെ സ്വഭാവത്തിലും അയാളുടെ മനോഗതിയിലും ലോക താല്പര്യങ്ങൾ എത്ര മൂലം രൂഢമൂലമാകുന്നുവോ, ആ ലോക താല്പര്യങ്ങൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്നുവോ, തിന്മയുടെ ഭാവവും ആ മനുഷ്യന്റെ സ്വഭാവവും എത്രമാത്രം ഇഴുകിച്ചേർന്ന് പോകുന്നുണ്ടോ, അങ്ങനെ സ്വഭാവം തന്നെ പൈശാചികതയുടെ അടയാളങ്ങൾ പ്രദർശിപ്പിക്കുന്നതായി മാറുന്നുണ്ടോ, അവിടെയാണ് ഉച്ചാടനം സംഭവിക്കുക. ഇനി പിശാച് എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ വസിക്കുക എന്നൊക്കെ ചോദിച്ചാൽ, ഒരു വ്യക്തി നേരിട്ടാണോ, ആവാസമാണോ, അതോ അയാൾ ഉപദ്രവിക്കുന്ന രീതിയാണോ, അതൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഭക്ഷണം വലിക്കലും ഉറുമ്പ് വരലും എട്ടുകാലി കൂടുകൂട്ടലും ഒക്കെ ആയിട്ടുള്ള ബാഹ്യപ്രവൃത്തികളാണ്. തട്ടലും പുട്ടലും ശബ്ദവും ഒക്കെയാണ്. ഇതൊക്കെ നടത്തുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിന് ഏതെങ്കിലും തരത്തിൽ പ്രശ്നമാണോ, ആ വ്യക്തിയാണോ അതിന്റെ കേന്ദ്രമായിട്ട് നിൽക്കുന്നത്, അത് തിരിച്ചറിയേണ്ടതുണ്ട്. ഈ സ്ത്രീയുടെ ആഡംബരഭ്രമമാണ് ഈ പ്രശ്നത്തിന് കാരണമെന്ന് പറയുന്നു. അതേസമയം തന്നെ മുൻപേ അവിടെ പിശാചിനെ ആവസിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതിലേതാണ് നമ്മൾ വിശ്വസിക്കുക? അപ്പോൾ അതും നിവൃത്തിയാകാതെ പോയപ്പോൾ അവിടെയും നടപടി ഉണ്ടാകുന്നില്ല കണ്ടപ്പോൾ അടുത്തതിലേക്ക് തിരിയുന്നു. ഇങ്ങനെ സ്ത്രീയുടെ ആഡംബരഭ്രമമാണ് ഈ പൈശാചികതയുടെ ആവാസത്തിന് കാരണമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് 800 കോടി മനുഷ്യരിൽ ഒരു 200 കോടി ക്രൈസ്തവ വിശ്വാസധാരയിലുള്ളവരെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള എത്രയേറെ ജനങ്ങൾ ഇങ്ങനെ ആഡംബര ഭ്രമത്തിലും ലോകത്തിന്റെ താല്പര്യങ്ങളിലുമാണ്. ഈ ലോകം ഭ്രമിപ്പിക്കുന്നതാണ്. അങ്ങനെ ലോകം ഭ്രമിപ്പിക്കുന്നതാണ്. വസ്ത്രധാരണത്തിലും ആഭരണങ്ങളിലും ഒക്കെ വൈജാത്യമുള്ളതാണ്. ബഹുസ്വരമായ ലോകത്ത് ഈ പൈശാചികതയെ ആഭരണങ്ങളിലൊക്കെ കൊണ്ടുപോയി തളയ്ക്കുക എന്ന് പറയുന്നത് ഒരു പുരുഷയുക്തിയുടെ ലക്ഷണമാണ്. അതൊരിക്കലും വിശ്വാസപരമായ ഒരു കാര്യമായിട്ട് കാണാൻ പറ്റില്ല.
കാലിൽ പാദസരം ഇട്ടുകൂടാ. അങ്ങനെ ഒരാൾക്ക് സ്വയമേ തീരുമാനിക്കാം, വേണ്ട എനിക്ക് കർത്താവ് മതി, ആഭരണവും തീരുമാനിക്കാം. പക്ഷേ കാലിൽ പാദസരം ഇടുന്നത് ഒരു തിന്മയുടെ ലക്ഷണമാണ്. കാലിൽ ചരട് കിട്ടുന്ന പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഉണ്ട്. ഒരു കാലത്ത് വരുന്ന ഫാഷനൊക്കെയാണ്. അവരെ ആകെ ആക്ഷേപിച്ചുകൊണ്ട് അവരൊക്കെ മോശപ്പെട്ടവരാണെന്ന് കരുതുക. ഒരു പുരോഹിതൻ ബലിപീഠത്തിൽ നിന്ന് പ്രസംഗിച്ചത് കോൾഗേളുകളാണ് അങ്ങനെ നടക്കുന്നതെന്നാണ്. നമ്മൾ എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്? മനുഷ്യനെ ഏത് വിധേനയും കൊള്ളരുതാത്തവരാക്കി കളയണം, ഇവരൊക്കെ മോശക്കാരാണെന്ന് പറയണം എന്നൊരു ചിന്തയാണ് വരുന്നത്. ഈ പറഞ്ഞ വീട്ടിൽ, ഈ 2 നില വീട്ടിൽ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. ഭർത്താവ് വിശ്വാസിയാണ്, ഭാര്യ ആഡംബര ഭ്രമിയാണെന്നാണ് പറയുക. അതായത് ഭർത്താവിന്റെ വിശ്വാസം ഇത്തരത്തിൽ ഇത് ആഡംബര ഭ്രമമാണെന്നുണ്ടാകാം, കാരണം അയാൾ വേറെ രീതി ചിന്തിക്കുക. അങ്ങനെ വൈജാത്യങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഭർത്താവ് വിശ്വാസിയാണല്ലോ. അപ്പോസ്തല പ്രവൃത്തികൾ 16:31 നമ്മളൊരു കാര്യം കാണും. നീ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും കുടുംബവും രക്ഷപാപി. രക്ഷയുടെ പ്രകാശം ആ വീട്ടിൽ വരിക. അങ്ങനെയല്ലേ? നീ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നു, നീ ലോകത്ത് വിശ്വാസിയായി ജീവിക്കുമ്പോൾ നിനക്ക് ചുറ്റും പ്രകാശം പരക്കും. കാരണം യേശുക്രിസ്തുവാണ് നിന്റെ കൂടെ ഉള്ളത്. നമുക്ക് ആ ബോധ്യമില്ലാണ്ട് പോകുമ്പോൾ, നമ്മൾ പ്രകാശം പരത്തുന്നവരാണെന്ന് ബോധ്യമില്ലാണ്ട് പോകുമ്പോൾ അവരിലെ കുറ്റം കണ്ടുപിടിക്കാനുള്ള ശ്രമം നമുക്കുണ്ടാവും. ഭർത്താവ് വിശ്വാസിയാണ്, ഭാര്യ ആഡംബര ഭ്രമിയാണ്, അഹങ്കാരിയാണ്. എന്നും കുറ്റം പെണ്ണുങ്ങൾക്കാണല്ലോ. പെണ്ണ് ഒരു എതിർവാക്ക് പറഞ്ഞാൽ അഹങ്കാരി, നിഷേധി. പെണ്ണ് താനാണെന്ന് പറഞ്ഞാൽ പ്രശ്നമായി. ആണിനെന്തും പറയാം. നമ്മുടെ മനോനിലയ്ക്കകത്തുള്ള വൈകല്യങ്ങളാണ് ഇതൊക്കെ. ആധുനിക മനുഷ്യ സമൂഹത്തിനകത്താണ് നമ്മൾ ജീവിക്കുന്നത്. വിശ്വാസം തന്നെ സ്ത്രീയെ ഒരു കാലത്ത് എങ്ങനെയാണ് കണ്ടിരുന്നത് എന്നതിൽ നിന്ന് വ്യത്യസ്തമായി കാണാൻ സഭാസമൂഹത്തിന് കഴിയുന്നൊരു കാലത്ത് നമ്മളിത് പറയുന്നത്. അപ്പൊ ആലോചിക്കണം, ഈ സ്ത്രീയാണ് ഈ പ്രശ്നത്തിന് മുഴുവൻ കാരണം. അത് പറയുന്ന ഉദാഹരണം, ചുട്ട മീൻ കൊണ്ട് പട്ടിക്കിട്ടെറിഞ്ഞാൽ പട്ടി പോകുമെന്നാണ്. ലോകാഡംബരങ്ങളിൽ മുഴുകിയാൽ ലോകത്തിന്റെ സ്വാധീനം ഉണ്ടാവും. അതൊരു പൈശാചിക രൂപിയാണെന്നും ആ രൂപി വീട്ടിൽ വസിക്കുന്ന രൂപിയെ പ്രോത്സാഹിപ്പിക്കുന്നതും കരുതാൻ പറ്റും. ലോകാഡംബരങ്ങളിൽ നമ്മൾ മുഴുകുമ്പോൾ ലോകത്തിന്റെ പ്രതികൂലങ്ങൾ നമുക്ക് അനുഭവപ്പെടും. ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാതെ പോകും. ആ ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരാൻ അയാളുടെ മാമോദീസ ഉണർത്തുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഈ സ്ത്രീ മനസ്സ് മാറ്റാത്തത് കൊണ്ട് പിശാചിനെ ഒഴിവാക്കാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. അത് ഭയങ്കരമായിപ്പോയല്ലോ. ഗെരസേനയുടെ നാട്ടിൽ വെച്ച് ലഗിയോൻ ബാധിതനായവനെ കാണുമ്പോൾ ആ ലഗിയോൻ ബാധിതനായവന്റെ മേൽ വസിച്ചിരുന്ന അശുദ്ധാത്മാക്കൾ ഇറങ്ങി പുറത്തു പോവാണ്. യേശുവിന്റെ സാന്നിധ്യം ഉണ്ടാവുമ്പോൾ തന്നെ അവൻ മനസ്സ് മാറിയില്ലെന്ന് അവിടെ പറയുന്നുണ്ട്. പൈശാചികതൻ ആധിപത്യത്തിൽ കഴിയുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ ഉപദ്രവമോ ആവാസമോ അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ എങ്ങനെയാണ് അയാളുടെ മനസ്സ് തുറക്കുക? അയാൾക്ക് സാധ്യമല്ല. അയാൾ മാനസാന്തരപ്പെട്ട പിശാച് പോയനെന്ന് പറയുന്നത് എന്ത് യുക്തിയാണ്? പൈശാചികമായ ഉച്ചാടനം നടക്കുന്നത് ആ വ്യക്തി ആ ആത്മാവിന്റെ തടവിലായിരിക്കുമ്പോഴാണ്, ആ അരൂപിയുടെ തടവിലായിരിക്കുന്ന സമയത്താണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുപോകുക എന്ന് പറയുമ്പോൾ ആ ആത്മാവ് വിട്ടുപോകുന്നത് സഭ നൽകുന്ന അധികാരത്തിന് കീഴിലാണ്. അത് കഴിയുമ്പോൾ ഈ വ്യക്തി ഇങ്ങനെ പൈശാചിക ഉച്ചാടനങ്ങൾ സംഭവിച്ചതിന് ശേഷം കണ്ടിട്ടുള്ള വ്യക്തികൾ എന്തു പറ്റി തനിക്കെന്ന് തന്നെ സ്വയം തിരിച്ചറിയാൻ കഴിയാത്ത വിധമായി പോകും. ഈ പൊസസീവായി മാറുമ്പോൾ ഉണ്ടാകുന്ന കാര്യം അതാണ്. ഒരു പൊസസീവായ ആത്മാവ് വിട്ടുപോകുമ്പോൾ ഈ മനുഷ്യൻ ഈ ഉച്ചാരണത്തിന് ശേഷം ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന അയാൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല താൻ എങ്ങനെയൊക്കെ പെരുമാറിയിരുന്നു, തനിക്ക് എന്ത് പറ്റി, ഒരു ഭാരം പോയല്ലോ, സുഖമായല്ലോ എന്നയാൾ കരുതാണ്. കണ്ടിട്ടുള്ളതിൽ ഒരിക്കലും പൈശാചിക ബാധയുള്ള ഒരാളും പൈശാചിക ബാധ വിട്ടുപോകാൻ താല്പര്യമുള്ളവരായിരുന്നില്ല. കാരണം അത് രണ്ടും കൂടി ചേർന്നൊരവസ്ഥയിലാവുമ്പോൾ മനുഷ്യന്റെ സ്വഭാവത്തിൽ തന്നെ കലരുന്ന രീതിയിലേക്ക് വരും. മനസ്സിനകത്ത് പൈശാചികമായ ആവാസത്തിന്റെ ശക്തി എത്ര ദൃഢമാണോ അത്രത്തോളം മനസ്സിനെ കീഴടക്കി വയ്ക്കും. അതുകൊണ്ടാണല്ലോ ബാധ എന്നൊക്കെ പറയുന്നത്. ഉച്ചാടനം സംഭവിച്ചതിന് ശേഷം മാത്രമാണ് വ്യക്തി തിരിച്ചറിയുന്നത് തനിക്ക് ഇങ്ങനെ ഒരു കുറവുണ്ടായിരുന്നു. ഇവിടെ പറയണം മനസ്സ് മാറാത്തതുകൊണ്ടാണ് പിശാച് പോകാത്തത്. എല്ലാ മനുഷ്യർക്കും മാനസാന്തരം ഉണ്ടായാൽ പിശാച് പോയിക്കോളുക, പിന്നെ ഉച്ചാടനം എന്തിനാ വയ്ക്കണേ?
ഒരാൾക്ക് ആന്തരികമായ മുറിവോ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ ഒരു പൈശാചികതയുടെ ലക്ഷണങ്ങൾ അയാൾക്ക് കാണിക്കാവുന്ന തരത്തിൽ പിശാചിന്റെ ഒരു പൊസസീവ് നേച്ചർ വന്നാൽ അതിന് ഉച്ചാടനം ചെയ്യാനാണ് സഭയുടെ അധികാരം. അവിടെ ഒരാളുടെ മാനസാന്തര വിഷയമല്ല. പൈശാചിക ബാധയുണ്ട് എന്ന് പറയുന്നവർ അവരുടെ സ്വഭാവവുമായി തിന്മ കൂടിയിണങ്ങി രണ്ടല്ലാത്ത വിധം കാണപ്പെടുന്ന സാഹചര്യങ്ങളിൽ പൈശാചിക തിന്മകളോട് വിട്ടുപോകാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ യേശുവിന്റെ അധികാരമുള്ള നാമം അവരുടെ നേരെ പ്രയോഗിക്കുമ്പോൾ ഈ ആത്മാവ് വിട്ടുപോവുകയും അയാൾ സ്വതന്ത്രമാവുകയും ചെയ്യാണ്. അയാൾ ഒരിക്കലും തിരിച്ചറിയുന്നില്ല അയാളുടെ മനസ്സേതാണ്, അയാൾ ഈ ആത്മാവിന്റെ പ്രവർത്തനത്തിന്റെ വിധേയപ്പെട്ടാണോ ജീവിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ മാനസാന്തരപ്പെടാത്തത് കൊണ്ടാണ് പിശാച് പോകാത്തതെന്ന് പറയുന്നത് ന്യായമായ കാര്യമല്ല. ആ സ്ത്രീ പിശാചിനെ വിടുന്നില്ല, അതുകൊണ്ട് ഒഴിപ്പിക്കാൻ പറ്റുന്നില്ല. ഒരു വ്യക്തി പിശാചിനെ കൈവിടാതെ പിശാചിനെ ഒഴിപ്പിക്കാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. പൈശാചിക ബഹിഷ്കരണത്തിൽ അവനവൻ തന്നെ ഉപേക്ഷിക്കുന്നതുണ്ട്. മറ്റൊരാൾ ഇത് അറിയാത്ത ഒരാളാണ്. ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കാത്ത അനേകം ആളുകളിൽ നിന്ന് പൈശാചിക തിന്മകൾ വിട്ടുപോകുന്നുണ്ടായിട്ടുണ്ട്. അവർക്ക് ക്രിസ്തുവാരാണെന്ന് വ്യക്തമായി ബോധ്യമായിട്ടില്ല. ഇതിന് ശേഷമാണ് അവർ വിശ്വാസത്തിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ പൈശാചിക ബാധയുള്ള ഒരാൾ മനസ്സായാൽ മാത്രമേ പിശാച് വിട്ടുപോകുന്നത് ഒരു പുതിയ അറിവാണ്. അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ പിന്നെ ഒരു ഉച്ചാടനം നടത്തുന്നതിൽ എന്താണ് അർത്ഥം? അയാൾ വിട്ടു കളഞ്ഞാൽ പോരെ. പിന്നെ ഭൂതോച്ചാടനത്തിന്റെ ആവശ്യമില്ലല്ലോ. ഒരാള് പൈശാചികതയെ വിട്ടുകളയാൻ തീരുമാനിച്ചാൽ അയാൾ ഒഴിഞ്ഞു പോകില്ലേ? പിന്നെ എന്തിനാണ് വേറൊരു ഉച്ചാടന ക്രിയ നടക്കുക, ഒരു പ്രാർത്ഥന നടക്കേണ്ട കാര്യം എന്താ? അപ്പൊ അതുകൊണ്ട് കാര്യം മനസ്സിലാകണം. ഇത് തുടക്കം മുതലേ കണ്ടു, പല ശ്രമങ്ങൾ നടത്തുന്നു, ഫലിക്കുന്നില്ല എന്ന് മാത്രമല്ലാതെ അവസാനം ഒരു യുക്തി പറഞ്ഞു വെക്കുന്നു. ഈ സ്ത്രീയാണ് ഇതിന് കാരണം, ഇവൾ ഒഴിവാകാത്തത് കൊണ്ടാണ് ഈ പിശാച് വിട്ടുപോകാത്തത്, അവക്കടെ തലയിരിക്കട്ടെ. അങ്ങനെ ശുശ്രൂഷകൻ രക്ഷപ്പെട്ടു പോകുന്ന കഥയാണ് നമുക്കിത് കാണാൻ പറ്റുക. പിന്നെ ആ സ്ത്രീക്ക് പലവിധ രോഗങ്ങൾ വന്നു. 45-ാമത്തെ വയസ്സിൽ അവർ മരിച്ചു എന്നാണ് പറഞ്ഞത്. കാരണം അവരാണല്ലോ ചെകുത്താൻ കൂടിയ ആള്, അവരാണല്ലോ പിശാചിനെ വിടാതിരുന്ന ആള്. അതിന് ദുരന്തമായിട്ട് അവർക്ക് രോഗങ്ങൾ വന്നു എന്ന് പറഞ്ഞ് അതിൽ നിന്ന് തടി കഴിച്ചിലാക്കുന്ന പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ പ്രഘോഷകൻ ചെയ്യുന്നത്. വാസ്തവത്തിൽ ഈ പറഞ്ഞ പൈശാചിക തിന്മയെ ഒഴിവാക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ വിവേചിക്കുന്ന കാര്യത്തിൽ ഈ പറഞ്ഞ പ്രഘോഷകൻ അല്ലെങ്കിൽ ആ ശുശ്രൂഷകൻ പരാജയപ്പെട്ടതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ക്രിസ്തുവിൽ അയാൾക്ക് വെളിച്ചം കിട്ടിയില്ല, കാര്യം കൃത്യമായിട്ട് ബോധ്യമായില്ല. വാസ്തവത്തിൽ അവിടെ ഉണ്ടായിരുന്നൊരു കാര്യം, ആ കുടുംബത്തിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. വിശ്വാസിയായ ഭർത്താവും ഈ ഭാര്യയും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു, ഒരു ഭിന്നത ഉണ്ടായിരുന്നു. ആ ഭർത്താവ് ഈ ഭാര്യയെ ഇങ്ങനെ അഹങ്കാരിയായിട്ടും ആഡംബര ഭ്രമമുള്ള ആളായിട്ടാണ് കണ്ടിരുന്നത്. ഇവർ തമ്മിൽ ഒരു ശീത സമരമെങ്കിലും ഉണ്ടായിരുന്നിരിക്കണം. ഈ ഭർത്താവ് വിശ്വാസിയാണെന്നും ഭാര്യ ആഡംബര ഭ്രമിയാണെന്നും ഈ പറഞ്ഞ് ശുശ്രൂഷകൻ തിരിച്ചറിയുന്ന അതിൽ നിന്നായിരിക്കണം. ഇത് ലോകം മാത്രമാണല്ലോ. പക്ഷെ പ്രധാനമായും അവിടെ ഒരു അശുദ്ധാത്മ പ്രവൃത്തി ഉണ്ടായിട്ടുണ്ട്. ആ പ്രവൃത്തി എന്താണെന്ന് കാര്യമായി ബോധ്യപ്പെട്ടില്ല. അത് ഭയത്തിന്റെ അരൂപിയുടെ പ്രവർത്തനമാണ്, അന്ധവിശ്വാസത്തിന്റെ അരൂപിയുടെ പ്രവർത്തനമാണ്. അവിടെ നിന്ന് ഈ അന്ധവിശ്വാസത്തിന്റെ അരൂപിയെ നിഷ്കാസനം ചെയ്താൽ, ഭയത്തിന്റെ ആത്മാവിനെ നിഷ്കാസനം ചെയ്താൽ തീരാവുന്ന പ്രശ്നം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് വെളിച്ചത്തിലേക്ക് വരാൻ കഴിഞ്ഞേനെ. പരമാധികാരിയായ ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു തിന്മയെ നീക്കം ചെയ്യാൻ കഴിയാതെ പോയാൽ വിശ്വാസത്തിൽ നമുക്കുള്ള പിഴവാണത് കാട്ടിത്തരിക. അതിന് 100 കാരണങ്ങൾ അവിടെ ആരോപിക്കുന്നതിൽ അർത്ഥമില്ല. ആദ്യം പറഞ്ഞു അത് ആ സ്ഥലത്തുള്ള പ്രശ്നമാണ്, അതവിടെ വേറെ ആൾക്കാർ പൂജ നടത്തിയിട്ടാണ്. പിന്നെ പറഞ്ഞ ആ സ്ത്രീക്ക് ആഡംബര ഭ്രമമുള്ളതുകൊണ്ടാണ് അത് വിട്ടുപോകാത്തത് എന്ന് പറഞ്ഞ് ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ട് പോവാണ്. എന്നിട്ട് വീണ്ടും അവസാനം വന്നു നിൽക്കുന്നത് മണ്ണിൽ തന്നെയാണ് ഈ പറഞ്ഞ ശക്തി വസിക്കുക എന്നാണ്. അതിനുദാഹരണമായി പഴയ നിയമത്തിലെ പല വചനങ്ങളും ഈ പറഞ്ഞ ശുശ്രൂഷകൻ പ്രഘോഷകൻ പറയണം. ഇനി ഒരു അത്ഭുതകരമായ വിവരം കേട്ടത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരം ബാധകളുടെ വീടുകളെ കുറിച്ച് കിട്ടും, വില കുറച്ച് കിട്ടും ആ വീടുകളിൽ നിന്നാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പല നാളുകളിൽ ശ്മശാനത്തിന് നടുക്കും പലയിടത്തും ആത്മഹത്യ ചെയ്ത വീടുകളും ഇങ്ങനെയുള്ള പ്രശ്നം പിടിച്ച വീടുകൾ അന്വേഷിച്ച് നടന്നിട്ടുണ്ട്. വില കുറച്ച് കിട്ടുമെങ്കിൽ മേടിക്കാനും. ഈ ഭൂമിയിൽ കിടക്കാനായിട്ട് ഇടവില്ലാതെ പോയത് കൊണ്ട് നിരന്തരം വാടക വീടുകൾ മാറി 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 പണം കൊടുത്തും വാടക കൊടുക്കാനില്ലാതെയും വിഷമിച്ചും കഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എവിടെയെങ്കിലും ഇങ്ങനെ പ്രശ്നം പിടിച്ചൊരു വീടുണ്ടെങ്കിൽ മേടിച്ചാലോ, വില കുറഞ്ഞ് കിട്ടുമെങ്കിൽ. ഞാൻ പണ്ടൊരു സെമിത്തേരിയുടെ അടുത്ത് പോയി ഒരു വീടിന് അഡ്വാൻസ് കൊടുത്തു. എനിക്കത് വാങ്ങിക്കാൻ കഴിച്ചില്ല, അഡ്വാൻസും പോയി.
ഞാനെന്നാ സ്ഥലം വാങ്ങിക്കാൻ പോകുന്ന സെമിത്തേരിയുടെ അരിയിൽ കിടക്കുമ്പോൾ എല്ലാ ദിവസവും മരിച്ചവരെ ഓർത്ത് എണീക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇന്ന് ആ സ്ഥലം മേടിക്കാൻ ചെല്ലാൻ പറ്റില്ല. ഇപ്പോൾ അവിടെ കോടികളുടെ വിലയാണ്. അന്നൊരു 1.5 ലക്ഷം രൂപയ്ക്ക് കിട്ടിയേന്. ഇന്നത് വാങ്ങിക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപ വേണം. കാരണം മനുഷ്യനെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് വിമോചനം പ്രാപിക്കുന്നു, ഇത്തരക്കാർ അതിൽ നിന്ന് വിമോചനം പ്രാപിക്കുന്നില്ല. ലോകത്തെവിടെയെങ്കിലും ഇങ്ങനെ സ്ഥലത്ത് പിശാചുണ്ടെന്ന് പറഞ്ഞ് വില കുറച്ച് കിട്ടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് കേരളം പോലെ ബൗദ്ധികമായി ഉയർന്ന വികാസം പ്രാപിച്ച ഒരു സ്ഥലത്ത് ഞാൻ അങ്ങനെ കാണുന്നില്ല. ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നന്നായിരുന്നു. അധികം പൈസയൊന്നും കൊടുക്കാതെ ചുളുവിലയ്ക്ക് കിട്ടുമെങ്കിൽ താമസിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ്. പൈശാചിക ബാധകൾ ഏതെങ്കിലും വീടുകൾ ഉണ്ടെങ്കിൽ വിട്ടു തന്നാൽ, സ്വന്തമായിട്ടും തരണമെന്നില്ല, താമസിക്കാൻ തന്നാൽ നമ്മൾ അവിടെ താമസിച്ച് ശുശ്രൂഷ ചെയ്യും. കാരണം നമ്മൾ ഈ വാടക കൊടുക്കണ്ടല്ലോ, ബുദ്ധിമുട്ട് അനുഭവിക്കണ്ടല്ലോ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പിശാച് ഭൂമിയെ അടിമപ്പെടുത്തുന്നില്ല, ഒരിടത്തും വസിക്കുന്നില്ല. വസ്തുക്കളിൽ വസിക്കുന്ന ഒരാളുടെ പേരല്ല പിശാച്. അത് മനുഷ്യന്റെ മനസ്സിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. മനുഷ്യന്റെ മനസ്സിൽ പ്രലോഭനങ്ങൾ നൽകുകയും അവനെ നിരാശയിലേക്കും ഭയത്തിലേക്കും അന്ധവിശ്വാസത്തിലേക്കും നയിക്കുകയും അവനെ ക്രിസ്തുവിന്റെ വെളിച്ചത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളുടെ പേരാണ് പിശാച്. ഇത്രയും ചെയ്താൽ ബാക്കി വഴിയൊക്കെ അവൻ തന്നെ തന്നെ ചെയ്തോളും. കാരണം സ്വാഭാവികമായി പാപസ്വഭാവമുള്ളവനാണ് മനുഷ്യൻ. ആ പാപസ്വഭാവത്തിലേക്ക് വീണുപോയിക്കോളും. അങ്ങനെ നിത്യനാശം അർഹമായി നമ്മൾ ദൈവത്തിനെതിരായി പിറുപിറുക്കുന്നവരായി മാറണം എന്നാണ് അവന്റെ താല്പര്യം. പഴയ നിയമത്തിലെ വചനങ്ങൾ ഉപയോഗിച്ച് പറയുമ്പോൾ 33:17 പറയുക, ഭൂമി ശപിക്കപ്പെട്ടതായി. ഭൂമി മാത്രമല്ലല്ലോ, മനുഷ്യൻ വീണുപോയില്ലേ? നീ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ ഭക്ഷിക്കുമെന്നും നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്നൊക്കെ പറയുന്നില്ലേ 3:19? എന്നിട്ടോ ഈ പൊടിയിലേക്ക് തന്നെ മടങ്ങുന്ന മനുഷ്യൻ തിരികെ വരുന്നത് കാണുന്നില്ലേ ക്രിസ്തുവിൽ? ആ ക്രിസ്തുവിന്റെ ഉദ്ധാനത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിച്ചാലും ജീവിക്കും, നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന കർത്തൃവചനം നിങ്ങൾ ഓർക്കുന്നില്ലേ? 1 കൊറിന്ത്യർ 15:12. അങ്ങനെ മനുഷ്യൻ മരണത്തിന് വിധേയനായെങ്കിൽ അവന് ഉദ്ധാനം ഉണ്ടാകുന്നു, മരണശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കുന്നു, അങ്ങനെ മരണത്തെ ജയിക്കുന്നു. ആ ജയത്തിൽ പങ്കാളികളാണ് ഓരോ മനുഷ്യനും ക്രിസ്തുവിൽ എന്ന കാര്യം എന്തേ മറന്നുപോകുന്നു? മണ്ണ് ശപിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞുവെങ്കിൽ ആ മണ്ണിലേക്ക് ക്രിസ്തുവിന്റെ രക്തം ഒഴുകുകയും അവിടെ അവന് വേണ്ടി മുളയ്ക്കുന്ന മുള്ളും മുൾച്ചെടികളും ശിരസിലേറ്റുകയും ചെയ്ത് ശാപത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് ക്രിസ്തു മനുഷ്യനെ വിമോചിപ്പിക്കുന്നുണ്ട്. ഭൂമി ശപിക്കപ്പെട്ടതല്ല, അനുഗ്രഹിക്കപ്പെട്ട മണ്ണാണ്. ക്രിസ്തുവിന്റെ രക്തം വീണ മണ്ണാണ്. ദൈവാനുഗ്രഹത്തിന്റെ പ്രതലമാണ് ഭൂമി. ഈ ഭൂമി ശാപകാരണമായ ഒന്നല്ല, ഈ ഭൂമി അനുഗ്രഹത്തിന്റെ ഇടമാണ്. നമ്മൾ തിരിച്ചറിയണം. ഈ ഭൂമിയിൽ വന്ന് പിറക്കുന്നതിലൂടെ സാഹോദര്യത്തിലും സ്നേഹത്തിലും ജീവിച്ച് ദൈവത്തെ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് തിരികെ പോകാൻ ഒരാത്മാവിനുള്ള അവസരമാണ് ജീവിതം. ആ ജീവിതം മണ്ണിൽ ദുഷ്കരമല്ലാതിരിക്കാൻ ക്രിസ്തു തന്റെ രക്തമൊഴുക്കിയിട്ടുണ്ട്. ആ രക്തം മൂലം ഭൂമിയെ അവിടെ നിന്ന് വിശുദ്ധീകരിച്ചിട്ടുണ്ട്. യെശയ്യാ 24:4 വീണ്ടും പറയുന്നുണ്ട്, ഭൂമി അതിലെ നിവാസികൾ മൂലം അശുദ്ധമായി, ശാപം അതിനെ വിഴുങ്ങി, നിവാസികൾ നിയമം ലംഘിച്ചു. അവിടെയാണല്ലോ ക്രിസ്തുവിന്റെ രക്തം പകരമായി വന്നത്. അമൂല്യമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടല്ലോ, സമസ്തവും വീണ്ടെടുക്കപ്പെട്ടല്ലോ. സോമ ദി ഓൾ ബീയിങ്, ഹി ടുക്ക് ദി ഓൾ ബീയിങ് ആൻഡ് സെഡ് ദിസ് ഈസ് മൈ ബോഡി, ഇതെന്റെ ശരീരമാണ്. അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. ആ വെളിച്ചത്തിലേക്കുള്ള തിരിച്ചുവരവ് ഭൂമിക്ക് സാധ്യമായി. ആ വെളിച്ചത്തിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ലെന്ന് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ 1 മുതൽ 5 വരെ തിരുവചനങ്ങളെ നമുക്ക് വായിക്കാൻ പറ്റും. വീണ്ടെടുപ്പ് സംഭവിച്ചു, ഇപ്പോഴും സമ്മതിക്കുന്നില്ല. പഴയ നിയമത്തിൽ തളം കെട്ടിക്കിടക്കാണ്, ക്രിസ്തുബോധത്തിലേക്ക് വരുന്നില്ല. യഥാർത്ഥത്തിൽ ക്രിസ്തുബോധത്തിലേക്ക് വരാനിടയാകാത്ത വിധം പഴയ നിയമത്തിലോ പൂർവ്വയുഗമായ മതബോധങ്ങളിലോ കെട്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അതൊരു അന്ധകാരത്തിന്റെ പ്രവൃത്തിയാണെന്ന് കാണണം. ക്രിസ്തുവിന്റെ വെളിച്ചത്തിലേക്ക് വരാൻ എന്താ ബുദ്ധിമുട്ട്? യേശു ക്രിസ്തുവിന്റെ രക്തം, അമൂല്യമായ രക്തം നമ്മെ വീണ്ടെടുത്തുവെന്നും സമസ്തത്തെയും അവൻ വീണ്ടെടുത്തുവെന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് ഭൂമി ശപിക്കപ്പെട്ടതില്ല. ഭൂമിയിലോ ഒന്നിലുമോ ശാപം നിലനിൽക്കുന്നില്ല. ശാപം നീക്കം ചെയ്യപ്പെട്ടു. വെളിപാട് പുസ്തകം 22:3 പറയുന്നുണ്ട്, ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ശാപം എന്നേക്കുമായി നീക്കം ചെയ്യപ്പെട്ടു. ഗലാത്യർ 3:13 കുരിശിൽ അവൻ തൂക്കപ്പെട്ടതോടുകൂടി ശാപം എന്നേക്കുമായി നീക്കം ചെയ്യപ്പെട്ടു. നമുക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഈ അന്ധതയിൽ പോയി കൊടുക്കും.
അതുകൊണ്ട് പഴയ നിയമത്തിലെ വചനങ്ങൾ എടുത്തു വെച്ച് ഭൂമി ശപിക്കപ്പെട്ടതാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് ആത്മവിമോചനത്തിന്റെ വഴിയിൽ നിന്ന് മനുഷ്യനെ പഴയ നിയമബോധത്തിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും തിരികെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇത്തരം അന്ധവിശ്വാസത്തിന്റെ വ്യാപാരികൾ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പ്രഘോഷണത്തിന്റെ പകുതി എത്തിയിട്ടുള്ളൂ, ബാക്കി ഭാഗങ്ങൾ പറയാനുണ്ട്. ഇവിടെ പറയുന്നത് ഒരു സ്ഥലത്ത് ഒരു തിന്മയുടെ ശക്തി നിലനിൽക്കുന്നതിനെ കുറിച്ചാണ്. അങ്ങനെ തിന്മയുടെ ശക്തി നിലനിൽക്കുമെന്നതിന് ഉദാഹരിക്കാൻ വേണ്ടിയാണ് അവിടെ പൂർവികരുടെ കർമ്മങ്ങൾ നിമിത്തമാണ് അവിടെ ഒരു അരൂപിയുടെ ആവാസം ഉണ്ടായത് എന്നാണ് ആദ്യം പ്രഘോഷണത്തിൽ പറഞ്ഞത്. പിന്നീട് പറഞ്ഞത് അവിടുത്തെ സ്ത്രീയുമായി ബന്ധപ്പെട്ടാണെന്നാണ്. ഇങ്ങനെ ഒരു വസ്തുവിലാണ് ആത്മാവെന്ന് പറയുന്നു, ആ ശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന ആ സ്ഥലത്ത്, ആ ഭവനത്തിനകത്ത് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു. പിന്നെ അതൊരു സ്ത്രീ വിട്ടുകളയാത്തത് കൊണ്ടാണ് അത് പോകാത്തെന്ന് പറയുന്നു. ഇങ്ങനെ ഇരുട്ടിൽ തപ്പിത്തടയുകയാണ് ഈ പ്രഘോഷണം. വാസ്തവത്തിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്ത് കർമ്മം ചെയ്താലും ഒരു അശുദ്ധാത്മാവ് വരില്ല എന്ന കാര്യം. കാരണം ഒരു അശുദ്ധാത്മാവിനെ അങ്ങനെ പ്രീതിപ്പെടുത്തി ആത്മാവിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല. കാരണം ഈ അശുദ്ധാത്മാവ് ഈ പ്രയോഗശേഷി നഷ്ടപ്പെട്ടവനാണ്. മനുഷ്യന്റെ മേൽ ആധിപത്യം പുലർത്താനോ അവനെ എന്നേക്കുമായി നശിപ്പിക്കാനോ അവനെ കൊള്ളയടിക്കാനോ ദ്രോഹിക്കാനോ ഒന്നും കഴിയാത്ത വിധത്തിൽ അവൻ നിരായുധനാക്കപ്പെട്ടു ക്രിസ്തുവിൽ. രണ്ടാമത്, ആ പൈശാചികത പ്രവർത്തിക്കുന്ന പ്രലോഭകനായിട്ടാണ്, തെറ്റിദ്ധാരണ പരത്തുന്നവനായിട്ടാണ്. അതാണ് അന്ധവിശ്വാസത്തിന് അശുദ്ധാത്മാവെന്ന് പറയുന്നത്. അങ്ങനെ ആത്മാവ് പ്രവർത്തിക്കും. ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതായി തോന്നിപ്പിക്കുന്ന രീതിയിൽ അവന് പ്രവർത്തിക്കാൻ കഴിയും. പ്രവർത്തിക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. നമ്മുടെ ആത്മാവിൽ കയറി വസിക്കാനോ നമ്മളെ കീഴ്പ്പെടുത്താനോ എന്നേക്കുമായി ക്രിസ്തുവിൽ നിന്ന് അകറ്റാനോ ഒന്നും സാധ്യമല്ല. അവൻ മനസ്സിൽ പ്രലോഭനങ്ങളും പ്രേരണകളും നൽകും. ആ പ്രേരണകൾക്ക് വിധേയമായി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അവൻ പറയുന്ന വഴിയെ പോകുമ്പോൾ അവന്റെ സ്വഭാവം കാണിക്കും. കാണുന്നയാള് ഇയാൾ ചെകുത്താൻ കൂടിയ ആളാണ് തെറ്റിദ്ധരിക്കും. ചെകുത്താൻ അകത്ത് കയറി വസിക്കണമെന്നതിന് നിർബന്ധമില്ല. അങ്ങനെ അകത്ത് കയറി വസിക്കാൻ സ്ഥലമില്ല, മനസ്സിലാണ്. എവിടെയാണ് ദൈവമില്ലാതെ പോകുന്നത്? മനസ്സിലാണ്. ആത്മാവിൽ അവിടെ നിന്ന് വസിക്കുന്നു. അവിടെ നിന്നാണ് ഓരോ കോശത്തിന്റെയും ഉടയവൻ. അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. മനസ്സ് നമ്മുടെ സ്വതന്ത്രേച്ഛയുള്ള സ്ഥലമാണ്. ആ സ്വതന്ത്രേച്ഛയുള്ള സ്ഥലത്ത് നമ്മൾ പൈശാചികതയെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയോ അവന്റെ ആജ്ഞകൾക്ക് വഴങ്ങുകയോ ചെയ്യുമ്പോൾ അവന്റെ സ്വഭാവമുള്ളവരായിട്ട് നമ്മൾ മാറും. മനസ്സാണ് സ്വഭാവമായി മാറും. ആ സ്വഭാവം അശുദ്ധാരൂപിയുടെ പ്രവർത്തനവുമായി ചേർന്ന് പോകുന്ന സമയത്ത് അയാൾ ആവാസമുള്ളയാളായിട്ട് കാണപ്പെടും. അശുദ്ധാത്മാവും അയാളുടെ മനസ്സും രണ്ടല്ലാത്ത രീതിയിൽ, അതായത് തിന്മയുടെ മുഴുവനായ ആധിപത്യത്തിൽ വിധേയപ്പെടുന്ന ഒരു മനസ്സുണ്ടാകുക. ആ മനസ്സ് ഈ പറഞ്ഞ സ്പിരിറ്റിന്റെ സ്വഭാവവുമായി വേർതിരിക്കാൻ കഴിയാത്ത ഒന്നായിട്ട് മാറുക. അങ്ങനെ വരുമ്പോഴാണ് ഒരാൾക്ക് പൈശാചിക ബാധയുള്ളതായിട്ട് വരിക. ഒരു സ്ഥലത്ത് ഒരു കട്ടിലിൽ പിശാചി ഉണ്ടായിരിക്കുകയും ആ കട്ടിലിൽ കിടക്കുന്നവരൊക്കെ കൊല്ലുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇത് ഒരു സിനിമാ കഥയെ പറയാൻ കൊള്ളാം. വാസ്തവത്തിൽ ആധുനിക സമൂഹത്തോട് ഇത്തരം വിഡ്ഢിത്തങ്ങൾ പറയുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ തിരസ്കരിക്കപ്പെടും. കാരണം ഇവിടെ തെളിയിക്കപ്പെട്ട കാര്യങ്ങളുണ്ട്, സംഭവിക്കാത്ത കാര്യമാണ്. അശുദ്ധാത്മാവ് ഭിത്തി തുളച്ച് കയറി വന്നു എന്നാണ് പറയണേ. അങ്ങനെ വരാൻ സാധ്യമല്ല. കാരണം ഭിത്തിയോട് ഇന്ററാക്ട് ചെയ്യണ്ടേ. അങ്ങനെ ഭിത്തിയോട് ഇന്ററാക്ട് ചെയ്യാതെ കടന്നു വരുന്ന ഒരാൾക്ക് എൻ്റെ ശരീരത്തോടും ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല. ചിലർ പറയില്ലേ, ഭിത്തി മുറി അടച്ചിട്ടേക്കായിരുന്നു, അപ്പോഴാണ് ആത്മാവകത്ത് വന്നത്. ഈ ആത്മാവകത്ത് വരണമെങ്കിൽ ഭിത്തി തുളയ്ക്കണമല്ലോ, ആ ഭിത്തിയോട് ഇന്ററാക്ട് ചെയ്യണമല്ലോ. അങ്ങനെ ഭിത്തിയോട് ഇന്ററാക്ട് ചെയ്യാത്തതുകൊണ്ടാണല്ലോ അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നു വരാൻ പറ്റുന്നത്. അങ്ങനെ വരുന്ന ഒരു ആത്മാവിന് എൻ്റെ ശരീരത്തോടും പ്രവർത്തിക്കാൻ കഴിയില്ല. ഇത് ഫിസിക്സായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, അശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്രേരകനായിട്ടാണ്, പ്രലോഭകനായിട്ടാണ്. അവൻ സ്വാധീനപ്പെടുത്താൻ ശ്രമിക്കുന്നത് ലോകത്തോട് മൈത്രിയുള്ളവരായി ജീവിക്കാനാണ്. ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയായിട്ട് മാറും. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉപരിയായി ലോകവസ്തുക്കളിലും ലോകത്തിന്റെ സാധ്യതകളിലും ജീവിതം കുടുങ്ങിപ്പോകും. അങ്ങനെ കുടുങ്ങിപ്പോകുമ്പോൾ സ്വാതന്ത്ര്യമില്ലാത്തവരായിട്ട് നമ്മൾ മാറിപ്പോകും. അവിടെ നിന്നാണ് നമുക്ക് വിമോചനം. ആ വിമോചനം നൽകാൻ ഒരാളുടെ മനസ്സമ്മതം വേണ്ട. മനസ്സമ്മതം ഉണ്ടെങ്കിൽ, പോകുന്നതാണെങ്കിൽ പിന്നെ മാനസാന്തരം ഉണ്ടായാൽ മതിയല്ലോ. ഈ മനസ്സ് സമ്മതിക്കാത്ത വിധം നമ്മുടെ മനസ്സിനെ ഈ തിന്മയുടെ ബോധ്യങ്ങൾ മൂടുകയും മനസ്സ് അന്ധമായി തീരുകയും ചെയ്യുന്നൊരവസ്ഥയിലാണ് ഒരാളെ പൊസസീവ് നേച്ചറിൽ കാണാൻ പറ്റുക. അയാൾക്ക് മാനസാന്തരപ്പെടാൻ കഴിയില്ല. അയാൾ ഉച്ചാടനമാണ് ചെയ്യുക. യേശു ലഗ്യോൻ ബാധിതനെ മോചിപ്പിക്കുമ്പോൾ, പൈശാചിക തിന്മകളെ ഓടിക്കുമ്പോൾ യേശു ആ ആളുടെ അനുവാദം മേടിച്ചിട്ടല്ല,
ചിലപ്പോഴൊക്കെ ആത്മാവ് പറയുന്നത് നീ പരിശുദ്ധനാണെന്നറിയാം, മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞിട്ടാണ്. എന്തിനാണ് ഞങ്ങളെ പുറത്താക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. യേശു അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല. കാരണം അത് യേശുവിന്റെ പ്രവൃത്തി പൈശാചികതയെ തോൽപ്പിക്കാൻ വന്നതാണ്, അധികാരപൂർണമായ പ്രവൃത്തിയാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ഈ അധികാരപൂർണമായ പ്രവൃത്തി ക്രിസ്തുവിൽ വെളിപ്പെട്ടിരിക്കുന്നു. ആ വെളിപ്പെട്ട ക്രിസ്തുവിനെ ജീവിതം കൊണ്ട് ആരാധിക്കാനും ക്രിസ്തു മാർഗത്തിൽ മുൻപോട്ട് പോകാനുമാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്രകാരം വിളിക്കപ്പെട്ട നമുക്ക് ക്രിസ്തുവിലായിരിക്കാം, സമാധാനത്തിലായിരിക്കാം, ഭയവിമുക്തരായി ജീവിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. തുടർഭാഗങ്ങളിൽ എങ്ങനെയാണ് വസ്തുക്കളിൽ പവർ നിവേശിക്കുന്നതിനെ കുറിച്ചൊക്കെ പ്രഘോഷകൻ പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് പറയാം. അടുത്ത ഭാഗം കൊണ്ട് ഈ പ്രഭാഷണത്തെ വിശകലനം ചെയ്യുന്നത് അവസാനിപ്പിക്കാം. അപ്പൊ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.